നീ വന്നത് നന്നായി. ഞാൻ നിനക്ക് കുറച്ച് പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനും കുറച്ച് പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കൊണ്ടുപോയാ മതി മോളെ. ഞാനൊന്നും കൊണ്ടുപോകാൻ വേണ്ടി വന്നതല്ല. അവിടെ ഇപ്പോ എന്നെ ഏതു നേരവും വിമർശിക്കുന്ന ഒരു അമ്മായിയമ്മയാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അവിടെ ഇരുന്നപ്പോ വല്ലാത്തൊരു ശ്വാസമുട്ടൽ പോലെ തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ മോളെ, കുഞ്ഞിന്റെ നൂലുകെട്ട് കണ്ടോ? മോളെ, നിന്റെ മുത്തശ്ശിയും അച്ഛനെയും പോലെ ആവരുത് ഇനിയെങ്കിലും നീ. കണ്ണനെ ലക്ഷ്മിയെ സ്നേഹിക്കുകയാണെങ്കിൽ അവരതിന്റെ ഇരട്ടിയായിട്ട് നിന്നെയും നിന്റെ കുഞ്ഞിനെയും സ്നേഹിക്കും. അയ്യടാ, അവള് സ്നേഹിപ്പിക്കാൻ വേണ്ടിട്ട് ഇരിക്കുവാ. നീ വാ മോളെ. നടക്കോളെ. അതോട് കയറി. അതെ, അവിടെ ഇരുന്നിട്ട് എനിക്ക് ഒരു സമാധാനവും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ മോളെ, എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആ സംഭവത്തിന് ശേഷം ഞാനും അമ്മ ഇങ്ങനെ ചൊറിഞ്ഞു ചത്തു. അതുപോലെ തന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടവരുടെ കാര്യം. ആ ഒട്ടുപാല ദിനേശനും സ്വാമിയും ഒക്കെ ഇപ്പോഴും ശരീരം ആസകലം ചൊറിഞ്ഞോണ്ടിരിക്കുക. അച്ഛൻ എന്തിനാ അച്ഛാ എന്നെ ഇങ്ങനെ ആശിപ്പിക്കുന്നത്? എന്തിനാ ഓരോന്ന് പറഞ്ഞ് എന്നെ പറ്റിക്കുന്നത്? അത് തന്നെയാ ഞാനും അവനോട് ചോദിക്കുന്നേ. എന്റെ മോളെ, ഞാൻ മനഃപൂർവ്വം നിന്നെ അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. നീ ഒരു കാര്യം ഉറപ്പിച്ചോ, ഒരു കാരണവശാലും കണ്ണനോടൊപ്പം മഹാലക്ഷ്മി അവരുടെ കുഞ്ഞിനെയും കൊണ്ട് കമലേശ്വരത്തേക്ക് വരില്ല. ഇനി അച്ഛന്റെ വാക്ക് ഞാൻ വിശ്വസിക്കില്ല. അച്ഛൻ വരത്തില്ല എന്ന് പറഞ്ഞാ അവര് ഉറപ്പായിട്ടും വന്നിരിക്കും. എന്റെ മോളെ, ഈ ഓണത്തിന് നിന്നെ സന്തോഷിപ്പിക്കാതെ അച്ഛൻ ജയിലിലോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അതിനു മുമ്പ് എന്റെ മക്കൾ ഒരു കാര്യം ചെയ്യണം. ഇവിടെ ഒരുത്തിയുണ്ടല്ലോ നിന്റെ അമ്മ, അവളോടുള്ള ദേഷ്യമൊക്കെ കളഞ്ഞിട്ട് അവളെ ഒന്ന് സ്നേഹിച്ചേക്ക്. അവള് തരുന്ന പലഹാരം നീ വീട്ടിലോട്ടൊന്നും കൊണ്ടുപോണ്ട, ഇവിടെ നിന്നും കഴിച്ചിട്ടങ്ങ് പോയാൽ മതി. പിന്നെ നീ ഉണ്ണിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് അവിടേക്കൊന്ന് കയറ്, ആ അനന്തുവിന്റെ വീട്ടിലെ. എന്തിനാ ഞാൻ അവിടെ കയറുന്നത്? അല്ല, അപ്പൊ കുഞ്ഞിന്റെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് മോക്ക് അറിയാൻ പറ്റുമല്ലോ. നീ അവിടെ ചെന്നിട്ട് കുഞ്ഞിനെ കാണാൻ വന്നാണെന്നങ്ങ് പറഞ്ഞാൽ മതി. നല്ല കാര്യമായി. അച്ഛനൊന്നും അറിയാതെയാണോ ഈ സംസാരിക്കുന്നത്? ഞാൻ ഇതിനു മുൻപ് അവിടെ പോയിട്ടുള്ളതാ. അന്ന് അനന്തുവിന്റെ ഭാര്യ എന്നെ തല്ലാതെ വിട്ടതാ. ഇനി ഒന്ന് തല്ലുന്നെങ്കിൽ അങ്ങ് തല്ലിക്കോട്ടെ മോളെ. എന്നാലും നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടെന്ന് അവരൊന്ന് അറിയിക്കേ. നാളെ ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാലും മോളെ എന്നെ ഒന്ന് സംശയിക്കാതിരിക്കാൻ വേണ്ടിട്ടാ മോളോട് അങ്ങോട്ട് പോവാൻ ഞാൻ പറയുന്നേ.